ദൃശ്യം 3യുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ആ പോസ്റ്റർ മറ്റാരുടെയുമല്ല, സഹദേവൻ, അതായത് നമ്മുടെ ഷാജോണിൻ്റെ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൃശ്യം 1-നകത്താണെ നമുക്ക് അത്രത്തോളം ദേഷ്യം തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു സഹദേവൻ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ. ആ ഒരു കോൺസ്റ്റബിളായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു ജോർജ് കുട്ടിയുടെ കുടുംബത്തെയൊക്കെ ആണെങ്കിൽ ഏത് രീതിക്കാണ് ദ്രോഹിക്കുന്നതൊക്കെ കണ്ട് നമുക്ക് ശരിക്കും ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ എഴുന്നേറ്റ് നിന്ന് രണ്ട് പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലത്തെ ഒരു ക്യാരക്ടറായിരുന്നു സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഷാജോൺ ആണെങ്കിൽ അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്യാരക്ടറാണ് സെക്കൻഡിനകത്തൊന്നും അധികം ഇല്ലായിരുന്നു. ഇപ്പോൾ തേർഡിനകത്ത് ഈ ഒരു ക്യാരക്ടറിൻ്റെ പുതിയൊരു പോസ്റ്റർ പുറത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ കുറച്ച് പ്രായമായിട്ടുണ്ട്. എനിക്കൊന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആണെങ്കിൽ ജോലിയൊക്കെ പോയി ഒരു പ്രശ്നത്തിലിരിക്കുമായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഫസ്റ്റ് കണ്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ജോർജ് കുട്ടിയെ പണിയാനായിട്ടുള്ള രീതിക്ക് പുള്ളി പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുള്ളി വരുന്ന രീതിക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു സിനിമയിൽ കാണിക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇതിനകത്താണെങ്കിലും നമ്മൾ ദൃശ്യം 3യുടെ കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റിന് സെക്കൻഡിനേക്കാളും കുറച്ചും കൂടി ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നൊരു പടമായിരിക്കും ഈ ഒരു ദൃശ്യം 3 എന്നുള്ള കാര്യമാണ് ഇപ്പം പുറത്ത് വരുന്ന കുറച്ച് വാർത്തകളൊക്കെ നമുക്കറിയാൻ സാധിച്ചത്. അങ്ങനെ നോക്കുമ്പം സഹദേവൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു ദേഷ്യവും പകയും കാര്യങ്ങളൊക്കെ ജോർജ് കുട്ടിയുടെ കുടുംബത്തിലോട്ടുള്ള സംഭവം കാണിക്കുന്ന സീൻസൊക്കെ കൂടുതലായിട്ട് ഈ പടത്തിൽ കാണുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് സഹദേവൻ ചിലപ്പം പാവമായിട്ടുമായിരിക്കും വരുന്നത്, അല്ലെങ്കിലാണെങ്കിൽ പുള്ളി കൊടൂര വേറൊരു ടൈപ്പ് ഒരു റിവെഞ്ച് എടുക്കാൻ വരുന്നൊരു വില്ലനായിട്ടായിരിക്കും കാണിക്കുന്നത്. എന്തായാലും ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നപ്പം തന്നെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിൽ കത്തിയൊരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷാജോൻ്റെ കഥാപാത്രം കൊണ്ട് ഈ ഒരു സിനിമയിൽ വേണമെന്നും പറഞ്ഞ്. എന്തായാലും ഇനിയും ഈ സിനിമയുടെ കഥ ഏത് രീതിക്കായിരിക്കും പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. സഹദേവനും അങ്ങനെ എത്തിയിരിക്കുകയാണ് ജോർജ് കുട്ടിയെ പൂട്ടാൻ വേണ്ടി. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ഷാജോൻ്റെ ക്യാരക്ടർ എന്തുദ്ദേശത്തോടെ വന്നതായിരിക്കാം എന്ന് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.